മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച രാമമംഗലം സ്വദേശികളായ സ്മിതയുടെയും ലതയുടെയും സംസ്കാരം ഇന്ന് 12 മണിയോടുകൂടി മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കും. രാമമംഗലം പഞ്ചായത്ത് ജംഗ്ഷനിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പൊതുദർശനമാണ്. തുടർന്ന് വീടുകളിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനാണ് അവിടെ നിന്ന് ചേരുന്നത്. ജിജീഷ്, വല്ലാത്തൊരു അവസ്ഥയാണ്. ഇന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നു, ഒപ്പം തന്നെ പൊതുദർശന ചടങ്ങുകളുണ്ട്. എങ്ങനെയാണ് നാട് ഇരുവർക്കും വിട ചൊല്ലുക? രാഗി പറഞ്ഞതുപോലെ തന്നെ ഒരു നാടിനെ ആകെ ദുഃഖത്തിലഴ്ത്തിയാണ് ലതയുടെയും സ്മിതയുടെയും വിയോഗം നടന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൽ ലതയുടെ വീട്ടിലാണ്, രാമമംഗലത്തുള്ള ലതയുടെ വീട്ടിലാണ്. ലതയുടെയും സ്മിതയുടെയും എല്ലാം തന്നെ വീട്ടിലും നാട്ടുകാരും എല്ലാം തന്നെ ദുഃഖം തിളങ്ങിട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. സന്തോഷപൂർവ്വം ഒരു വിനോദയാത്രയ്ക്ക് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു ദാരുണമായ സംഭവം ഒട്ടും ആരും പ്രതീക്ഷിച്ചതല്ല. അപ്രതീക്ഷിതമായ ആ ദുരന്ത വാർത്ത കേട്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ഈ പിറവം രാമമംഗലം ഭാഗങ്ങളെല്ലാം തന്നെ ഉണർന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഈ ഒരു വൈകുന്നേരം 5:30 അപകടമുണ്ടാകുന്നത്. ഇവരെല്ലാം അപകട വിവരം അറിയുന്നത് 8 മണിയോടുകൂടിയാണ്. 8 മണിയോടെയാണ് ഈ വിവരങ്ങൾ അറിഞ്ഞത് എന്ന് സ്മിതയുടെ ഭർത്താവ് രഘുവും അതുപോലെ തന്നെ ലതയുടെ സഹോദരൻ മാധവനുമെല്ലാം പറഞ്ഞിരുന്നു. ഈ ഒരു ഇന്നലെ പുലർച്ചെയാണ് ഇവർ യാത്ര പുറപ്പെടുന്നത്. 5 മണിയോടുകൂടി ഇവിടെ നിന്ന് യാത്ര തിരിച്ചു. അതിനുശേഷം 9 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നായിരുന്നു. 56 അംഗ സംഘമാണ് കുടുംബശ്രീ. സാധാരണ ഇത്തരത്തിൽ കുടുംബശ്രീ വിനോദയാത്രകൾ കുടുംബശ്രീ അംഗങ്ങൾക്കായി സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ വലിയ സന്തോഷപൂർവ്വം ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒരു യാത്ര പോകാനും എല്ലാം ഉള്ളതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആ ഒരു യാത്രയുണ്ടായത്. ഇതിനിടയിലാണ് ബംഗളൂരിൽ കനത്ത മഴ, പ്രതികൂലമായ ഒരു കാലാവസ്ഥ, കനത്ത മഴ. മറ്റു മാർഗമില്ലാതെ അവരൊരു സ്ഥലത്തേക്ക് മാറി കയറി നിൽക്കുകയായിരുന്നു. ശിവാജി നഗറിൽ ഒരു ഭാഗത്തേക്ക് കയറി നിന്നു. അതിനടുത്തുള്ള ഹോസ്പിറ്റലിൻ്റെ വൻമതിൽ, വലിയ ആ മതിൽ ഇടിഞ്ഞു വീണാണ് 7 പേരുടെ ദാരുണമായ മരണം. ഈ 2 മലയാളികൾ അടക്കം സ്മിതയും ഒപ്പം തന്നെ ലതയും ഉൾപ്പെടെ 7 പേരുടെ മരണത്തിലേക്ക് നയിച്ചത്. മറ്റു 3 പേർക്ക് കൂടി, ഈ ഒരു യാത്രാ സംഘത്തിലുണ്ടായിരുന്ന 3 പേർക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. അതിലൊരാളുടെ ആ നില ഒരല്പം ഗുരുതരമാണ് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. എന്തു തന്നെയായാലും വലിയ ഒരു ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തി തന്നെയാണ് സ്മിതയും ലതയും എല്ലാം 2 പേരും വിട പറഞ്ഞിരിക്കുന്നത്. അവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് പൊതുദർശനമുണ്ട്. 12 മണിയോടെയായിരിക്കും പഞ്ചായത്തിൽ പൊതുദർശന ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ പൊതുദർശനത്തിന് ശേഷം 2 പേരുടെയും മൃതദേഹം ഒരുമിച്ച് പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും പൊതുപ്രവർത്തകരും എല്ലാം അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരുപക്ഷെ വീടുകളിലേക്ക് എത്തിക്കും. വൈകുന്നേരത്തോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. ബംഗളൂരുവിൽ മതിലിടിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച ലതയുടെയും സ്മിതയുടെയും മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. ഇരുവർക്കും നാട് വിട പറയുകയാണ്.